ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 8 ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ്. ഈ അധ്യായത്തിൽ നിന്ന് ഞാൻ 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ, 4 ഓപ്ഷൻസും. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 8:6 വാക്യമനുസരിച്ച് ആരാണ് കൊറിന്തോസുകാരുടെ ഇടയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്? ഓപ്ഷൻ എ പൗലോസ്ലീഹ, ഓപ്ഷൻ ബി തീത്തോസ്, ഓപ്ഷൻ സി സിൽവാനോസ്, ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി തീത്തോസ്. രണ്ടാമത്തെ ചോദ്യം, ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ മക്കതോനിയക്കാരെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്നാണ് അവർ തങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ വിശുദ്ധരെ, ഓപ്ഷൻ ബി കോറിന്തോസുകാരെ, ഓപ്ഷൻ സി പൗലോസ്ലീഹായെ, ഓപ്ഷൻ ഡി ദരിദ്രരെ. ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധരെ. മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് മറ്റുള്ളവരുടെ ഡാഷിലൂടെ തെളിയിക്കുകയാണ്. ഓപ്ഷൻ എ പ്രവൃത്തിയിലൂടെ, ഓപ്ഷൻ ബി വിശ്വാസത്തിലൂടെ, ഓപ്ഷൻ സി ഉത്സാഹത്തിലൂടെ, ഓപ്ഷൻ ഡി പ്രയത്നങ്ങളിലൂടെ. ഉത്തരം ഓപ്ഷൻ സി ഉത്സാഹത്തിലൂടെ. നാലാമത്തെ ചോദ്യം, എങ്ങനെയാണ് നൽകുന്നത് എങ്കിൽ ഒരുവൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും? ഓപ്ഷൻ എ താല്പര്യത്തോടെ, ഓപ്ഷൻ ബി നല്ല മനസ്സോടെ, ഓപ്ഷൻ സി സന്തോഷത്തോടെ, ഓപ്ഷൻ ഡി സ്നേഹത്തോടെ. ഉത്തരം ഓപ്ഷൻ എ താല്പര്യത്തോടെ. അഞ്ചാമത്തെ ചോദ്യം, അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവും ഉണ്ടായിരുന്നില്ല. ഏതു പഴയ നിയമ പുസ്തകത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ സങ്കീർത്തനം, ഓപ്ഷൻ ബി യേശയ്യ, ഓപ്ഷൻ സി പ്രഭാഷകൻ, ഓപ്ഷൻ ഡി പുറപ്പാട്. ഉത്തരം ഓപ്ഷൻ ഡി പുറപ്പാട്. ആറാമത്തെ ചോദ്യം, കൊറിന്തോസുകാരെ കുറിച്ച് എന്ത് തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദ്ദീപിച്ച ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ ആത്മാർത്ഥമായ സ്നേഹം, ഓപ്ഷൻ ബി ആത്മാർത്ഥമായ താല്പര്യം, ഓപ്ഷൻ സി ആത്മാർത്ഥമായ ചിന്ത, ഓപ്ഷൻ ഡി ആത്മാർത്ഥമായ ആകാംക്ഷ. ഉത്തരം ഓപ്ഷൻ ബി ആത്മാർത്ഥമായ താല്പര്യം. ഏഴാമത്തെ ചോദ്യം, സുവിശേഷ പ്രഘോഷണത്തിന് എവിടെ പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ കൂടി തീത്തോസിൻ്റെ കൂടെ അയച്ചിട്ടുണ്ട് എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ മക്കതോനിയ, ഓപ്ഷൻ ബി ത്രോവാസ്, ഓപ്ഷൻ സി എല്ലാ സഭകളിലും, ഓപ്ഷൻ ഡി ഗലാത്തിയ. ഉത്തരം ഓപ്ഷൻ സി എല്ലാ സഭകളിലും. എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. പല കാര്യങ്ങളിലും ഡാഷാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഒരു സഹോദരനെ കൂടെ അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ അറിവുള്ളവനാണെന്ന്, ഓപ്ഷൻ ബി കഴിവുള്ളവനാണെന്ന്, ഓപ്ഷൻ സി താല്പര്യമുള്ളവനാണെന്ന്, ഓപ്ഷൻ ഡി ഉത്സാഹിയാണെന്ന്. ഉത്തരം ഓപ്ഷൻ ഡി ഉത്സാഹിയാണെന്ന്. ഒമ്പതാമത്തെ ചോദ്യം, കൊറിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ തീത്തോസ് സ്ലീഹായുടെ ആരാണ്? ഓപ്ഷൻ എ പങ്കുകാരനും സഹപ്രവർത്തകനും, ഓപ്ഷൻ ബി പങ്കുകാരനും സഹായിയും, ഓപ്ഷൻ സി സഹോദരനും പങ്കുകാരനും, ഓപ്ഷൻ ഡി സഹായിയും സഹോദരനും. ഉത്തരം ഓപ്ഷൻ എ പങ്കുകാരനും സഹപ്രവർത്തകനും. പത്താമത്തെ ചോദ്യം പൂരിപ്പിക്കുക. ആകയാൽ നിങ്ങളുടെ ഡാഷിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് നൽകുവിൻ. ഓപ്ഷൻ എ പ്രവൃത്തിയുടെയും, ഓപ്ഷൻ ബി ദാനത്തിൻ്റെയും, ഓപ്ഷൻ സി സ്നേഹത്തിൻ്റെയും, ഓപ്ഷൻ ഡി കരുണയുടെയും. ഉത്തരം ഓപ്ഷൻ സി സ്നേഹത്തിൻ്റെയും. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.